സ്നേഹം നിറഞ്ഞ മതബോധന ദിനത്തിൻ്റെ ഉദ്ഘാടകൻ റവറൻഡ് ഡോക്ടർ സൈദ് തൈക്കച്ച, അധ്യക്ഷത വഹിക്കുന്ന ഫാദർ ജെറി ജോസഫ് ആൽപ്പാട്, അനുഗ്രഹപ്രഭാഷണം നടത്തുന്ന നമ്മുടെ രോഗവികാരിച്ചിന് കൂടിയായ അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി, പ്രിൻസിപ്പൽ ബൊറാനിക്ക ടീച്ചർ, PTA പ്രസിഡന്റ് ബിജു അയ്യങ്കേരി, റിപ്പോർട്ട് അവതരിപ്പിച്ച ഹേമ റോബിൻസൺ, ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്ന ശ്രീ ബിജു ഇഗ്നേഷ്യസ്, നമ്മുടെ പള്ളിയുടെ ശ്രീ ബെന്നി അയ്യങ്കേരി, ആശംസ പ്രസംഗം ശ്രീ ബിജു അയ്യങ്കേരി, ശ്രീ ജോൺസൺ കണ്ണനായിക്കൽ, പ്രിൻസിലി സിസ്റ്റർ പ്രിൻസിലി, കൈക്കാരന്മാരെ, മതബോധനാധ്യാപകരെ, മുണ്ടത്തിക്കോട് ഇടവകാരന്മാരെ, കുഞ്ഞുമക്കളെ, ഞാൻ മുണ്ടത്തിക്കോട് ഇടവകാരങ്ങളെ എന്ന് പറയാനുണ്ടായ സാഹചര്യം, മുണ്ടത്തിക്കോട് ഇടവക ഇന്ന് തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ സമ്മതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഇടവകയാണ്. വിശ്വാസ പരിശീലനം നടത്തിയതിൻ്റെ ആഘോഷ ദിനം ആചരിക്കുന്നതിന് വിശ്വാസത്തെ പറ്റിയിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്ത അച്ഛൻ വളരെ വിശദമായി തന്നെ പറഞ്ഞു. എങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വിശ്വാസം നിഷ്കളങ്കമായി ജീവിക്കുന്നവർക്ക് ദൈവം വാരിക്കൂലി നൽകാനായിട്ട്, അനുഗ്രഹങ്ങൾ വാരിക്കൂലി നൽകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. നിഷ്കളങ്കരായി ജീവിക്കുന്നവർ, അതാണ് ഞാൻ വിശ്വാസം വളരെ സിമ്പിളാണെന്ന് പറയുന്നത്. ക്രിസ്തുനാഥൻ വലിയൊരു പ്രസംഗം കഴിഞ്ഞ് വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ ആ പ്രദേശത്ത് രക്തസ്രാവം എന്ന അസുഖമുള്ള ഒരു സ്ത്രീ വൈദ്യന്മാരെ ചികിത്സകളൊക്കെ നടത്തി പല ചികിത്സകളും ഫലിക്കാതെ സാമ്പത്തികമായി തകർന്നിട്ടുള്ള ആ സ്ത്രീ ക്രിസ്തുനാഥൻ ഈ ജനക്കൂട്ടത്തിനിടകളിൽ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ തിരുവസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ മതി എന്നുള്ള നിലയ്ക്ക് അവിടേക്ക് നടന്നു വന്ന് ആ തിരുവസ്ത്രത്തിൽ തൊടുകയാണ്. ആ നിമിഷം തന്നെ ആ സ്ത്രീയുടെ അസുഖം ഭേദമായി. ക്രിസ്തുനാഥനിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ക്രിസ്തുനാഥൻ തന്റെ ശിഷ്യരോട് ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ മനസ്സിലാക്കി ഇത്രയും ബാലിശമായ ചോദ്യം ക്രിസ്തുനാഥൻ എന്താണ് ചോദിക്കുന്നത്? ഇത്രയും ജനക്കൂട്ടത്തിൽ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ വസ്ത്രത്തിൽ തൊട്ടൊക്കെ ചോദിക്കാൻ എന്താണ് ബാലിശമായ ചോദ്യമല്ലേ എന്നുള്ള നിലയ്ക്ക് നിന്നപ്പോൾ ക്രിസ്തുനാഥൻ വീണ്ടും അവിടെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ഈ രോഗം മാറിയ സ്ത്രീ അവിടേക്ക് ഓടി വന്ന് കാലുകൾ വീണ് കരഞ്ഞു പറഞ്ഞു, ഞാനാണ് സ്പർശിച്ചത്. ക്രിസ്തുനാഥൻ ആ സ്ത്രീയെ എഴുന്നേറ്റ് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, സമാധാനമായി പോവുക. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്
ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വളരെ നിഷ്കളങ്കമായ ആ സ്ത്രീയുടെ വിശ്വാസമാണ്. അവരെ രോഗികളും ബാധിതരായിരുന്ന അവരെ അതിൽ നിന്നും രക്ഷിച്ചു. ദൈവത്തിലുള്ള ഉറപ്പാണ് വിശ്വാസം. ദൈവം സൃഷ്ടിച്ചു എന്നതാണ് വിശ്വാസം. ഇതുവരെ എന്നെ ജീവിച്ചു എന്നതാണ് വിശ്വാസം. ദൈവം എന്നെ പുലർത്തി വലുതാക്കി സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ് വിശ്വാസം. ജൈവശാസ്ത്രപരമായി മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജന്മം കൊണ്ടെങ്കിലും ദൈവം പരിപാലിച്ച് ജീവിപ്പിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഉയർച്ചയോ താഴ്ചയോ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖമോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ദുഃഖവും സകലവും സന്തോഷം കൊണ്ട് അഹങ്കരിക്കുന്നവരാകരുത്, ദുഃഖം കൊണ്ട് നിരാശരാകുന്നവരുമാകരുത്. അങ്ങനെ സ്ഥിരം പ്രശ്നം നേടിയ ആളുകളാണ്, അങ്ങനെ വ്യക്തമായ സ്ഥിരതയുള്ള ആളുകളാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ആളുകൾ. അതാണ് വിശ്വാസ ജീവിതം. വിശ്വാസ പറയുന്നത് സുഖം കിട്ടുവാനായിട്ട്, എന്തെങ്കിലും പെട്ടെന്ന് ആഗ്രഹിച്ചത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന, ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമാവരുത്. ആ വിശ്വാസ ജീവിതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ജീവിതം നയിക്കുന്നവർക്ക് ദുഃഖം വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, നിരാശ വന്നാലും വിശ്വാസം കൈവിടാതെ കാത്തു സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ സുഹൃത്തുക്കളുള്ള ആളുകളൊക്കെയാണ്. സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ചില സുഹൃത്തുക്കളെ നമ്മൾ കൊണ്ടു നടന്ന് സ്നേഹിച്ച് പരിപാലിച്ച് ഒക്കെ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. പക്ഷേ എത്ര സ്നേഹിച്ചാലും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചതി നടത്തി അവരൊന്നും ശരിയാവാത്ത രീതിയിൽ പോകുന്ന സുഹൃത്തുക്കളെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടു നടക്കാനായിട്ട് ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവർക്ക് മാത്രമേ അവരെ സ്നേഹിച്ച് കൊണ്ടു നടക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആളുകളായി നമ്മൾ മാറുന്നതിന് വേണ്ടിയാണ്. യഥാർത്ഥ സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചാലും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നവരെ വീണ്ടും ചേർത്ത് നിർത്തുന്ന ആ ദൈവസ്നേഹം നമ്മൾ പ്രകടിപ്പിക്കണമെന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു കഥ ഞാൻ പറയുകയാണ്. പ്രിയ കുട്ടികളെ, വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് എങ്കിലും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കും. കാരണം ഈ കഥ നടന്നത് അമേരിക്കയിലാണ്. USA മിയാമി എന്ന് പറഞ്ഞ ഫ്ലോറിഡയിലെ ഒരു സ്ഥലമാണ് മിയാമി. അവിടെ ഒരു കോടതി മുറിയിൽ ഉണ്ടായ സംഭവമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. നടന്ന സംഭവമാണ്, 2015 നടന്ന സംഭവമാണ്. ആ കോടതി മുറിയിൽ പിന്നീടൊക്കെ എല്ലാവർക്കും അറിയാം, ജഡ്ജിണ്ടാവും, വക്കീൽമാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും, പ്രതികളും വരും. ആ കോടതിയുടെ ഉള്ളിൽ ജഡ്ജിയായിരിക്കുന്നത് ഒരു ലേഡി ജഡ്ജിയായിരുന്നു. മിന്നി ഗ്ലേസർ എന്നാണ് ആ ജഡ്ജിന്റെ പേര്. മിന്നി ഗ്ലേസർ ജഡ്ജിയായിരിക്കുന്നു. പ്രതിക്കൂട്ടിലേക്ക്, പ്രതിയുടെ ശിക്ഷ നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രതിക്കൂട്ടിലേക്ക് ഒരു പ്രതി കടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് ആർദർ ബൂത്ത് എന്നാണ്. പ്രതി കൂട്ടിലേക്ക് വന്ന സമയം മിന്നി ഗ്ലേസർ എന്ന് പറയുന്ന ആ ലേഡി ജഡ്ജി
പെട്ടെന്ന് ആശ്ചര്യത്തോടുകൂടിയിട്ട് അദ്ദേഹത്തിനെ നോക്കി. എവിടെയൊക്കെ പരിചയമുള്ളപ്പോൾ പിടിച്ചുപറി, മോഷണം, അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുക, എല്ലാവിധ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് പ്രതികൂട്ടിലേക്ക് വന്നത്. ശിക്ഷ പറയാനായിട്ട് മിന്നി ഗ്ലേസർ എന്ന ജഡ്ജി ഒരുക്കുന്നതിന് തൊട്ട് മുമ്പ് ജഡ്ജി ഈ പ്രതിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഉടനടി ആ പ്രതി ആർദ്രൂട്ട് എന്ന് പറഞ്ഞ പ്രതി പറഞ്ഞു, ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഈ ജഡ്ജിന്റെ സ്വന്തം സഹപാഠിയായിരുന്നു. സഹപാഠിയായി വളരെ നല്ല രീതിയിൽ ഫുട്ബോളിലും മറ്റുള്ള വലിയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതിയിലായാലും ശരി വളരെ നല്ല രീതിയിൽ പഠിച്ച് മിടുക്കനായ കുട്ടിയാണ് എൻ്റെ സഹപാഠിയായിരുന്ന ആളാണ് നിൽക്കുന്നതെന്ന് മിന്നി ഗ്ലേസർ എന്ന ജഡ്ജി മനസ്സിലാക്കി. പക്ഷെ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം ചെയ്തതിന് ശിക്ഷ വിധി പറയാതിരിക്കാൻ പറ്റുകയില്ല. ആ വിധി പറയുകയാണ്, 10 മാസം തടവിന് വേണ്ടി ശിക്ഷിക്കുകയാണ്. 10 മാസം തടവിന് ശിക്ഷിച്ച് ജയിലിലായിരിക്കപ്പെട്ട ആളുകളെ ഈ ലേഡി ജഡ്ജി പോയി ജയിലിൽ സന്ദർശിക്കുകയും അവരെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത്, ഡ്രഗിന് അഡിക്റ്റായിരുന്നു ഇദ്ദേഹം. ആ ഡ്രഗിന് അഡിക്റ്റായിരുന്ന അദ്ദേഹത്തിനെ അതിൽ നിന്നും മോചിതമാക്കി ഭാര്യയും കുട്ടികളുമായി പിണങ്ങുന്നതും അവരെ ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി 10 മാസം കഴിഞ്ഞ് യാത്ര എന്ന് പറഞ്ഞ ആ പ്രതിമുഖിറങ്ങുമ്പോഴുണ്ടായ സംഭവം അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും അവിടെ എത്തുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ലേഡി ജഡ്ജി ചെയ്ത ആ മഹത്തായ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞുകൊണ്ടത്, ഒരു നല്ല സുഹൃത്ത് വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സുഹൃത്തുക്കളായി മാറാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ജീവിതത്തിന് എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ നിന്നൊക്കെ മോചനം കിട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല സുഹൃത്തുക്കളായിരിക്കണം. ഞാൻ പേരക്കടവകയിൽ 15 വർഷം മതബോധനം നടത്തിയ ആളാണ്. എട്ടാം ക്ലാസ്സിലാണ് ഈ 15 വർഷവും ഞാൻ പഠിപ്പിച്ചത്. ഈ 8ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സ്പർശിച്ച ഒരു കാര്യം, പാഠ്യപദ്ധതിയിലുള്ള ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണനാഥൻ കേസരിയ ഫിലിപ്പി എന്ന പ്രദേശത്തോടു കൂടിയിട്ട് നടന്നുപോയി. കേസരിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് വലിയൊരു പ്രസംഗത്തെ അഭിസംബോധന ചെയ്ത് അതിനുശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട്, ശിഷ്യന്മാരോടൊത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് ഇരുന്ന ആ സമയം കൃഷ്ണനാഥൻ ചോദിക്കുകയാണ് തന്റെ ശിഷ്യന്മാരോട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രനായ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാരിൽ ചിലർ പറഞ്ഞു, നീ സ്നാപകനാണെന്ന് ചിലർ പറയുന്നുണ്ട്, നീ ഏലിയ പ്രവാചകനാണെന്ന് ചിലർ മറ്റു ചിലർ പറയുന്നുണ്ട്, ജെറമിയ പ്രവാചകനാണെന്ന് ചിലർ പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരാളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ കൃഷ്ണനാഥൻ വീണ്ടും ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഉടനടി സിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായ. കൃഷ്ണനാഥൻ ഉടനടി പ്രതികരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ,
നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് മാംസരക്തങ്ങളല്ല, ദൈവപുത്രനായ എൻ്റെ സ്വന്തം പിതാവാണ് ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതെന്നാണ്. വിശുദ്ധ പത്രോസിനെ സഭയുടെ അധികാരം പത്രോസാകുന്ന പാറകളിൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ക്രിസ്തുവിനെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ചില വെളിപ്പെടലുകൾ നമുക്കൊക്കെ നന്മയുടെ വശം നമ്മൾ അറിയാതെ നമ്മളിലേക്ക് വരും. നല്ല വിശ്വാസ പരിശീലനം നൽകുന്ന ആളുകൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 8ാം ക്ലാസ്സിൽ ഞാൻ ചോദിക്കാറുണ്ട്, ഒരുവിധം പാഠ്യഭാഗങ്ങളൊക്കെ കുറെ കഴിയാറ് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആരാവാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ 3 പേര് വൈദികരായി, കൂട്ടത്തും അതുപോലെ തന്നെ ജിസ്മോൻ, അങ്ങനെ 3 പേര് വൈദികരായി. അതുപോലെ തന്നെ പല ജീവിതാവസ്ഥകളിലേക്കും തിരിഞ്ഞ് നല്ല ജീവിതാവസ്ഥകൾ തിരഞ്ഞെടുത്ത് അത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവരത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് എത്താനുള്ള വലിയ പരിശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതായത് പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ടെന്നുള്ള ബോധ്യം. പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം നമ്മളെ പരിപാലിക്കുന്നു, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും ദൈവം നേടിത്തരും. കൃഷ്ണനാഥനാണ് ഏറ്റവും വലിയ അധ്യാപകൻ മനസ്സിലാക്കി അദ്ദേഹം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമായി മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിലുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മൾ. കാണപ്പെടാത്ത ഉണ്ട് എന്നുള്ളത്, ദൈവം ഉണ്ട് എന്നുള്ള ആ വലിയ ബോധ്യത്തോടു കൂടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കാത്ത ഒന്നുമില്ല എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാഷ്ട്രപതിയായ ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, എല്ലാവർക്കും അറിയാം, അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പൈലറ്റ് ആവാനാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നത്. പൈലറ്റ് ആവാനായിട്ട് അദ്ദേഹം ആഗ്രഹമുണ്ടായി. അദ്ദേഹം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അന്ന് ഇന്റർവ്യൂവിൽ 10 പേര് പങ്കെടുക്കുന്ന ഒരു ഇന്റർവ്യൂവില് 9 ആള് ഇന്റർവ്യൂവിൽ പുറത്തായി. 10ാമത്തെ ആളായി 9 ആള് ഇന്റർവ്യൂവിൽ പാസ്സായി. 10ാമത്തെ ആളായിട്ട് നമ്മുടെ അബ്ദുൽ കലാം പുറത്തായി. പക്ഷെ അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി, അതായത് സുപ്രീം കമാൻഡറായി. നമ്മുടെ എല്ലാ വായു കര നാവികസേനകളുടെയൊക്കെ അധിപനായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈലറ്റാകാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് വിമാനം പറത്താൻ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് അദ്ദേഹത്തിന് വിമാനം പറപ്പിക്കാനായിട്ട് പരിശീലിപ്പിച്ചു. അദ്ദേഹം S-30 വിമാനം വളരെ നല്ല രീതിയിൽ പറത്തി എന്നുള്ളതാണ്.
അതായത് അദ്ദേഹത്തിന് ഡ്രീം അദ്ദേഹത്തിന് സാക്ഷാത്കരിച്ചു. അദ്ദേഹം പറയാൻ പറഞ്ഞ ഒരു കാര്യം, ഡ്രീം ട്രാൻസ്ഫോംസ് ടു തോട്ട്സ്. നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മുടെ ചിന്തകളായി നടക്കണം. അതുപോലെ തന്നെ ഈ തോട്ട്സ് റിസൾട്ട്സ് ടു ആക്ഷൻസ്. എല്ലാ ചിന്തകളും ആ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന നല്ല സ്വപ്നങ്ങളിൽ നിന്ന് വരുന്ന ഉദിപ്പിക്കുന്ന ചിന്തകൾ നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയൊരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ. നമ്മുടെ ക്രിസ്തുരാജനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ നമ്മുടെ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത് രാജാക്കന്മാരൊക്കെ ചെങ്കോലും അതുപോലെ തന്നെ സുവർണ കിരീടവും ഒക്കെ വെച്ചിട്ടുള്ള രാജാക്കന്മാരെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്രിസ്തുനാഥൻ മുൾക്കിരീടമായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ ചൂടിയത്, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാങ്ങണയായിരുന്നു. നമ്മൾ പഴയ രാജാക്കന്മാരുടെ എടുത്തു നോക്കിയാൽ കുതിരയെ അന്യ ദേശത്ത്, പ്രത്യേകിച്ച് യുദ്ധം പുറപ്പെടുവിക്കാനായിട്ട് മറ്റുള്ള ദേശത്തേക്ക് കുതിരയെ പറഞ്ഞു വെച്ചാൽ ആ കുതിരയെ പിടിച്ചു കെട്ടിയാൽ യുദ്ധം തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇവിടെ ക്രിസ്തുനാഥൻ കഴുതപ്പുറത്താണ്, സമാധാനത്തിന്റെ അടയാളമായ കഴുതപ്പുറത്താണ് ക്രിസ്തുനാഥൻ സഞ്ചരിച്ചത്. നമ്മൾ ലോക നേതാക്കളെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോക നേതാക്കളെല്ലാം രക്തം ചിന്തിയത് പല പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുനാഥൻ രക്തം ചിന്തിയത് സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി രക്തം ചിന്തിയ ഒരാളെ നമ്മൾ ലോക നേതാക്കളിൽ കാണുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടി രക്തം ചിന്തിയ ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി മരിക്കാൻ വരും തയ്യാറാണ്. നമ്മുടെ സർവ്വപാപങ്ങൾക്കും വേണ്ടി അദ്ദേഹം കുരിശിൽ മരിച്ചു. ഞാൻ കൂടുതലായി നീട്ടുന്നില്ല, എങ്കിലും ഒരു കാര്യം പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ച് സത്യൻ അന്തിക്കാടിനെ പറ്റിയിട്ട് നമുക്കറിയാം. സത്യൻ അന്തിക്കാട് നല്ലൊരു സംവിധായകനാണ്. അദ്ദേഹം ഒരു ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഒരു പൊതുയോഗത്തിൽ വെച്ച് ഒരു കാര്യം പറയുകയുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടായ സംഭവമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി ചെയ്തിരുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ക്യാമറ വളരെ മോശമായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പരാജയം കൊണ്ട് അദ്ദേഹത്തിന് ഒരു നല്ലൊരു ക്യാമറ മേടിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. സത്യൻ അന്തിക്കാട് ചെയ്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആ നല്ലൊരു ക്യാമറ മേടിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം കൊടുത്തു. ആ സാമ്പത്തിക സഹായം വളരെ ഇന്നത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ വലിയ സംഖ്യയാണ്. പക്ഷേ വളരെ കാലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അത് കൊടുത്തത്. എങ്കിലും എന്തുണ്ടായെന്ന് ചോദിച്ചാൽ സത്യൻ അന്തിക്കാട് ഇതെല്ലാം ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വീട്ടിലെ ടിവിയിലും ദിവസം എന്താണെന്ന് ചോദിച്ചാൽ ഈ അവാർഡ് തുകയ്ക്ക് തുല്യം ഈ സുഹൃത്തിനെ കൊടുത്ത തുകയ്ക്ക് തുല്യമായിട്ടുള്ള തുക അദ്ദേഹത്തിന് അവാർഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവാർഡ് ഇതേ ചെയ്തിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സഹായിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ ശ്രമിക്കാതെ എന്തെങ്കിലും സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് ജീവിക്കാനുള്ള മനസ്ഥിതി കുട്ടികളായ നമ്മൾക്കും വളർത്തിയെടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ ഈ അവസരത്തിൽ
പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന, മേഴ്സിഹോം നടത്തുന്ന ജോസഫിനെ പറ്റി, അതുപോലെ തന്നെ ഇവിടെ നിന്നോടിനെ പറ്റിയിട്ട് ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും കാലത്ത് ഒരു കാര്യമുണ്ട്, സങ്കീർത്തനം. 91 സങ്കീർത്തനം. അത് കുട്ടികളെല്ലാം ചൊല്ലണം. കാലത്ത് 121 സങ്കീർത്തനം. അത് 91 സങ്കീർത്തനം പറയുന്നത് അത്യുന്നതന്റെ ഭവനത്തിൽ വസിക്കുന്നവനും സർവ്വത്തിന്റെ തണലിൽ കഴിയുന്നു എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തന ഭാഗം. അതുപോലെ തന്നെ 121 സങ്കീർത്തനം പർവ്വതങ്ങളിലേക്ക് കണ്ണുകൊടുക്കുന്ന എനിക്ക് സഹായം എവിടെയെന്ന് വരുന്നു, എനിക്ക് സഹായം ആകാശത്ത് നിന്ന്, ആകാശത്ത് നിന്ന് സൃഷ്ടിച്ച എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനവും നിങ്ങൾ കാലത്ത് ചൊല്ലിയാൽ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് നമുക്ക് മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂടുതലായി ഞാൻ നേടുന്നില്ല. ഒരു അനൗദ്യോഗികമായി ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് അഡ്വക്കേറ്റ്, നമ്മുടെ വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ കുഞ്ഞിരച്ചൻ, അദ്ദേഹം പേരകം ഇടവകയിൽ, അതായത് എൻ്റെ ഇടവകയായ പേരകം ഇടവകയിലേക്ക് വരുന്നതിന് മുമ്പ് മാറാൻസ്ഥാനത്തുള്ളതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പറപ്പൂര്, അതുപോലെ തന്നെ അങ്ങനെ പള്ളികളുടെ അസിസ്റ്റന്റ് വികാരിയായ ശേഷം പേരകം ഇടവകയിൽ വന്നു. പേരകം ഇടവകയിൽ അദ്ദേഹം ചെയ്ത ഒരു കാര്യങ്ങൾ ഇവിടെ പറയാതെ സൂചിപ്പിക്കാതെ നിവർത്തിക്കാത്തവർക്ക് പറയുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒരു തിരുനാളിനോടനുബന്ധിച്ച് ആ പള്ളികളൊക്കെ അക്രമിച്ചവരായിരുന്നു. പലഹാരങ്ങളൊക്കെ ആ പരിസരത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് ഒരു കൂട്ടായ്മയുടെ രീതി ഇന്നും ആ കൂട്ടായ്മ അതേപോലെ നിലനിൽക്കുകയാണ്. അക്രൈസ്തവരായിരുന്നു ആ പള്ളിയിൽ. അതുപോലെ തന്നെ ആ ഇന്ന് പേരകപ്പള്ളി വളരെ മനോഹരമായ പള്ളിയാണ്. ആ പള്ളിയിൽ നിർമ്മിക്കുന്നതിനുള്ള ആദ്യത്തെ ഫണ്ട് ശേഖരണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ കുഞ്ഞിരച്ചനാണ്. അതുപോലെ തന്നെ 13ാം ശനി ആചരണം വളരെ നല്ല രീതിയിൽ മാതാവിൻ്റെ നൊവേനയും ലതീനും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ ആയിട്ടുള്ള 13ാം ശനി ആചരണം വളരെ പ്രശസ്തമായ രീതിയിൽ. ഇന്നിപ്പോൾ പണ്ടൊന്നും ബുക്ക് ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ബുക്കിംഗ് കിട്ടാനായിട്ട്, ഒരു വഴിപാട് നടത്താനായിട്ട് ബുക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ആ 13ാം ശനി ആചരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സാധു സഹായം അച്ഛൻ തുടങ്ങിയിട്ടാണ് ഒരുപാട് പേർക്ക് വീട് കിട്ടാനുള്ള അവസരമുണ്ട്. അതിനുശേഷം മാതാമംഗലം ഇടവകയിലേക്കാണ് അച്ഛൻ മാറിയത്. അതുകൂടി പറയാം. മാതാമംഗലം പള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ കൈക്കാരന്മാരായിട്ട് സ്വീകരിക്കാൻ വന്നതുപോലെ കണ്ണെണ്ണ അടിച്ചിട്ടാണ് മനസ്സിലായത്. കാരണം എന്ന് കഴിഞ്ഞാൽ അവിടെ 4 എഴുന്നേറ്റ് അവർക്ക് റബ്ബർ വെട്ടുമ്പോൾ റബ്ബർ വെട്ടാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ അവിടെ പിന്നീട് ആ ഇടവക എല്ലിൽ നല്ല രീതിയിൽ മദ്യവിരുദ്ധ സമിതി നടത്തി അവിടെ അതിൽ നിന്നൊക്കെ മോചനം അവർക്ക് വരുത്തി മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റു പല ഇടവുകളിലും ഇവിടെ വന്നത് കിരാലൂർ ഇടവകയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇടവകാംഗം പോലെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ പലപ്പോഴും എനിക്ക് ഇവിടുത്തെ ഹെവൻലി ക്വിസ് എന്ന ചാനലിൽ എല്ലാ ദിവസവും അതിൻ്റെ മെസ്സേജുകളും അതുപോലെ തന്നെ
വ്യാജ വാർത്തകളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എല്ലാ തരത്തിലും പ്രത്യേകിച്ച് ഈ ഇടവകയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അച്ഛനോടൊപ്പം നിന്ന് ഈ ഇടവകയിൽ നല്ല മക്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ഹൃദയം മുൻകൈക്കാരന്മാരും അതുപോലെ ഇപ്പോഴത്തെ കൈക്കാരന്മാരും ഒക്കെ വളരെ ഞാൻ അടുത്തറിയുന്ന സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് ഈ കപ്പേളയുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ആ കപ്പേള അവിടെ വരേണ്ടതാണെന്ന് വളരെ നിയമപരമായി വളരെ നിയമപണ്ഡിതനായിട്ടുള്ള എന്ന് തന്നെ പറയണം യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ പല യൂട്യൂബ് ചാനലിലൊക്കെ അദ്ദേഹം നിയമത്തിന്റെ തലനാരിയുടെ കീഴിലുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ സംവദിക്കാൻ അദ്ദേഹം സമയം കണ്ടു. അതുപോലെ തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ NLPK റാങ്ക് ഹോൾഡറായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിനെ ആദരിക്കാനൊക്കെ സാധിച്ചു. ഇവിടെ ഡേവിഡ് സിറമനൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഫോണ്, ഒരുപാട് കാര്യങ്ങൾ ഈ ഇടവകയിൽ വിശ്രമമില്ലാതെ പ്രവർത്തനങ്ങളായിരുന്നു. ധ്യാനങ്ങളും അതുപോലെ തന്നെ ഒരു നിമിഷം പോലും എല്ലാ ദിവസവും രാജ്യങ്ങളുടെ വാർത്തകൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് വിശ്രമമില്ലാത്ത പ്രവർത്തനം. ഞാൻ അദ്ദേഹത്തിനെ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാനൊരു LLM സെക്കൻഡ് റാങ്ക് LLM ഞാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചെറിയൊരു ആദരിക്കലല്ല, എൻ്റെ ഒരു മൊമെന്റ്. ഞാനിപ്പോൾ ഈ മൊമെന്റ് പേപ്പറിൽ വന്നപ്പോൾ അച്ഛൻ അത് എന്താണെന്ന് ചോദിച്ച് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മേടിച്ച് മാറ്റിപ്പിക്കാൻ കുറെ ശ്രമിച്ചു. പക്ഷെ ഞാനത് പുസ്തകമാണെന്ന് പറഞ്ഞ് അത് മെല്ലെ കൈമാറാതെ അത് ഞാൻ ഇവിടെ എത്തിച്ചു. അത് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൈയടികളോടും ഞാൻ അദ്ദേഹത്തെ ഞാനത് നമ്മുടെ അതിരൂപതയിലായ ഡോക്ടർ തൈക്കാട്ടിൽ അച്ഛനും തന്നെ അത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുക. അച്ഛൻ കൊടുക്കുമെന്ന് എന്തായാലും എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച ഇവിടുത്തെ മതബോധന അധ്യാപകർ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ ഇപ്പോഴത്തെ കൈകാരന്മാർ, അതുപോലെ എല്ലാവർക്കും നമ്മുടെ വികാരത്തിനായിട്ടുള്ള ഇവിടെ നമ്മുടെ പ്രിയ മെമ്പറുണ്ട് അദ്ദേഹത്തിന് പറയാൻ എല്ലാവരുടെയും സ്നേഹാദരത്തോടുകൂടി എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ